അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ കാർ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലും ചെയ്ത് തുടങ്ങുകയാണ്. സ്കൂട്ടറിൻ്റെയൊക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. അതായത് ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം, എങ്ങനെ കാർ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. പക്ഷേ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുണ്ട്. ഇത് അധികവും ഡ്രൈവിംഗ് ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ പരമാവധി വീഡിയോ കാണാൻ ശ്രമിക്കുക. അധികം ലെങ്ത് കൂട്ടാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, കറക്റ്റായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നത് വണ്ടി ആദ്യം തന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വണ്ടിയിൽ ചെയ്യരുതാത്തൊരു കാര്യം ഞാൻ പറയാം. അതായത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ ഇട്ടുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ക്ലച്ച് ഫുള്ള് പിടിച്ച് എന്നിട്ട് ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകും. അല്ലാത്ത പക്ഷം സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ക്ലച്ച് പിടിച്ച് ഗിയർ ഇട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരും ഉണ്ട്. നമ്മൾ ഒരിക്കലും വണ്ടി പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ ചെയ്യരുത്. രാവിലെ, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു വണ്ടി നമ്മൾ കൊണ്ടിട്ട് നൈറ്റ് കഴിഞ്ഞ് പകൽ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യരുത്. കാര്യം ആ ടൈമിൽ ഓയിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവില്ല. രാത്രിയത്തെ തണുപ്പ് കൊണ്ട് തന്നെ ഓയിൽ തണുത്തിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറഞ്ഞത് ഒരു 15 സെക്കൻഡ് വണ്ടി അതേപോലെ ഇട്ടേക്കുക. ആക്സിലേറ്റർ കൊടുക്കാതെ, ഗിയർ ഇടാതെ അതുപോലെ തന്നെ ഇട്ടേക്കുക. നമുക്കത് മനസ്സിലാവും വണ്ടി എല്ലായിടത്തും ഓയിൽ എത്തിയെന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഒത്തിരി ഒരു വൈബ്രേഷൻ കൂടുതലായിരിക്കും, ശബ്ദവും വ്യത്യാസമായിരിക്കും. അതൊരു 5-6 സെക്കൻഡിൽ തന്നെ കുറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനർത്ഥം ഓയിൽ എല്ലായിടത്തും എത്തി എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ ഗിയർ ഇട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ, രാവിലത്തെ കാര്യമാണ് കേട്ടോ, ഞാൻ എടുത്ത് പറയുകയാണ്. എപ്പോഴും അല്ല, വണ്ടി നമ്മൾ രാത്രി പാർക്ക് ചെയ്ത് രാവിലെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴുള്ള കാര്യമാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് ഇത് നമ്മൾ പാലിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് ഉടനെ പോയാൽ ഓയിൽ എല്ലായിടത്തും എത്താതിരിക്കുകയും എൻജിൻ തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് എൻജിൻ്റെ ലൈഫ് അവിടെ കുറയും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 20 സെക്കൻഡെങ്കിലും ഇട്ടിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് പോവുക. ഇത് നമ്മളെ കാറിൻ്റെ ലൈഫിനെ തീർച്ചയായിട്ടും കൂട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കീ ഓൺ ചെയ്യുകയാണ്. കീ ഓൺ ചെയ്ത് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഇപ്പോൾ ഈ 2 സെക്കൻഡ് മുമ്പ് ഒരു ശബ്ദം കേട്ടോ, അതിനർത്ഥം ഇഗ്നീഷൻ ആയി എന്നാണ്. ചില വണ്ടികളിൽ അത് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നതാണ്. ഇതിലങ്ങനെയല്ല. പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയിൽ എങ്ങനെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടേ സ്റ്റാർട്ട് ചെയ്യാവൂ. വണ്ടി റെഡി ആയിട്ടേ സ്റ്റാർട്ട് ചെയ്യാവൂ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ന്യൂട്രാണെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത നമ്മുടെ ന്യൂട്രാണെന്ന് അറിയാൻ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനടുത്ത ന്യൂട്രെന്നാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കുന്നവരാണ്, ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ഒരു ധൈര്യത്തിന് പിടിച്ചോളുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വണ്ടിയുടെയും ശബ്ദം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ശബ്ദമല്ല, ഒരു 3-4 സെക്കൻഡിന് ശേഷം വന്നത്. അതിനർത്ഥം ഓയിൽ എല്ലായിടത്തും എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വീഡിയോ ആണ്. ഇനി അടുത്ത വീഡിയോ ഗിയർ ചേഞ്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചോദിക്കുക. എന്ത് വീഡിയോ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചോദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.